സംസ്ഥാന സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സിനിമാ സംഘടനകൾ. തദ്ദേശ സ്ഥാപന നികുതി ഒഴിവാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 21-ന് സൂചനാ സമരം നടത്തുമെന്ന് അമ്മ ഫിലിം ചേംബർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ അറിയിക്കുകയാണ്. 2 സിനിമാക്കാർ സർക്കാരിന്റെ ഭാഗമായിട്ടും ഒന്നും ചെയ്തില്ല എന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെയും മുകേഷിനെയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സംഘടനകൾ. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. GST വരുന്നു, എന്റർടൈൻമെന്റ് ടാക്സ് വരുന്നു. എന്റർടൈൻമെന്റ് ടാക്സിന് GST കൊടുക്കേണ്ട ഗതികേടാണ്. അതിന് ഭീമമായ തിയേറ്ററുകളിൽ കുടിശ്ശിക വരുന്നുണ്ട്, അതിന് ഭീമമായ പലിശയും വരുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൾട്ടിപ്പിൾ ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതെ, 100% അത് ഒഴിവാക്കി തരണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഈ ജനുവരി 21-ാം തീയതി ഒരു സൂചനാ സമരം നടത്തുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുകയും ഒപ്പം സർക്കാരിൽ നിവേദനം കൊടുക്കാനായിട്ടും. ഇതിൻ്റെ ഇൻ്ററിമിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ സംസ്ഥാന സർക്കാരിന് അതിനൊക്കെ ഇപ്പം GST അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അധികാര പരിധി ഉണ്ടോ എന്നുകൂടി സംശയമാണ്. ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ? GSTയിൽ ഇടപെടുക എന്നുള്ളതല്ല അവരുടെ ആവശ്യം. GST വന്നതിന് ശേഷം തുടർന്നു പോകുന്ന തദ്ദേശ ടാക്സ് അത് ഒഴിവാക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം അത് വരുന്നതോടുകൂടി ഫലത്തിൽ ഇരട്ട നികുതിയാണ്. അത് വലിയ ഭാരമാണ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്നത്. അത് ഒഴിവാക്കണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റു ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊന്നും കേൾക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനം അവർക്ക് ഉണ്ട്. കഴിഞ്ഞ ഫിലിം കോൺക്ലേവ് എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാൻ മാത്രമായിരുന്നു അത് നടത്തിയിരുന്നുള്ള രൂക്ഷ വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. 21-ാം തീയതി ഒരു മേഖലയെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൂചനാ പണിമുടക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷവും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ തുടർ സമര പരിപാടികൾ തീരുമാനിക്കുമെന്നാണ് സിനിമാ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്.